Hello guys, Assalamu alaikum. Welcome to my channel Sunu Swings World. Ramadan DIY decorate pieces ആണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ കേക്കിന്റെ ബോർഡാണ്, കേക്ക് ബോർഡ്. അപ്പോൾ ഇത് നമുക്ക് സിൽവറോ ഗോൾഡോ ഒക്കെ ഏത് വേണമെങ്കിലും എടുക്കാം. കുറച്ചും കൂടെ നല്ലത് ഗോൾഡ് എടുക്കുമ്പോഴാണ്, അപ്പോഴേ നല്ല കാണാൻ നല്ല രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ അളന്നെടുക്കുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് 4 സൈഡും നമ്മൾ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് ഒരു നടു പോർഷനും കൂടെ ആ സൈഡ് അടയാളപ്പെടുത്തി കൊടുക്കുക. കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പസ് എടുത്ത് ഞാൻ നന്നായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ബോർഡൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കൂടുതലായിട്ട് ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങളുടെ അടുത്ത് ഈ കേക്ക് ബോർഡ് ഇല്ലെങ്കിൽ സാധാ കാർഡ്ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. നമുക്കിപ്പോൾ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ അളവിൽ നമുക്ക് നന്നായിട്ട് കത്രിക കൊണ്ട് മുറിച്ചെടുക്കാം. ഞാൻ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആകെ ഒരു ബ്ലാക്ക് പെയിൻറ്റ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ പെയിൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഗോൾഡ് കളറുള്ള കേക്കിൻ്റെ ബോർഡായതുകൊണ്ട് ഞാൻ വേറെ കളറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സാധാരണ കാർഡ്ബോർഡും കൊണ്ടൊക്കെയാണ് ഇതുപോലെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡും ബ്ലാക്കും പെയിൻറ്റ് ആവശ്യമുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ കുറേ സാധനം ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ എല്ലാവിടെയും നോക്കുക. വീട്ടിനുള്ളിലൊക്കെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്കും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ച് ചെയ്താൽ മതി. അല്ലാതെ പൈസ മുടക്കി ഒരു കാര്യം വാങ്ങേണ്ട ആവശ്യമില്ല. കാശൊക്കെ മുടക്കി നമ്മളൊരു സാധനം വാങ്ങി അത് വീട്ടിൽ വെക്കണതിന് സംതൃപ്തിനേക്കാളും വലുതായിരിക്കും നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് വീട്ടിൽ വെക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ നമ്മളത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ ഇതേപോലെ കാണുന്ന ചിത്രങ്ങൾ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ചിത്രമൊക്കെ വരച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ലൈറ്റിംഗ് ലാമ്പാണ് വരച്ചു കൊടുക്കുന്നത്, അത് തൂങ്ങിക്കിടക്കണ പോലെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പെൻസിലും കൊണ്ട് വരച്ചെടുക്കുക. 4 ലൈറ്റിംഗ് ലാമ്പാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നടു പോർഷനിലായിട്ട് ഒരു മൂണും ഒരു സ്റ്റാറും കൂടെ ഞാൻ വരച്ചിട്ടുണ്ട്. താഴെ റമദാൻ കരീം എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള ഈ ഗോൾഡൻ കളറിൽ കാണുന്ന ഏരിയയിലൊക്കെ നമുക്ക് ഈ ബ്ലാക്ക് കളർ കൊടുക്കണം. ഈ നമ്മളിപ്പോൾ പെൻസിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ അതേപോലെ വിടണം. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് വേറൊരു പെയിൻറ്റ് യൂസ് ചെയ്യാണ്ട് ഈ ഒറ്റ പെയിൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും നല്ല ഭംഗിയോടെ. പെൻസിലിൽ വരച്ചിരിക്കുന്ന ഏരിയയിലൊന്നും നമ്മുടെ പെയിൻറ്റ് ആവാതെ സൂക്ഷിച്ച് നല്ല ശ്രദ്ധയോടെ വേണം പെയിൻറ്റ് അടിക്കാൻ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചധികം ടൈം വേസ്റ്റ് ആവും. ഇങ്ങനെ ചെയ്യാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് മൊത്തത്തിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഒരു ഗോൾഡൻ പെയിൻറ്റ് കൊണ്ട് ഇതേപോലെ ലൈറ്റിംഗ് ലാമ്പും സ്റ്റാറും മൂണും അതുപോലെ റമദാൻ കരീം എന്നൊക്കെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഗോൾഡൻ പെയിൻറ്റും ബ്ലാക്ക് പെയിൻറ്റൊക്കെ ആവശ്യം വരും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ച് ടൈം വേസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒരു പെയിൻറ്റും കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ചെറിയ ബ്രഷ് എടുത്തിട്ട് വേണം ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ. വലിയ ബ്രഷ് എടുത്താൽ നമ്മൾ ഉദ്ദേശിച്ച ചിത്രത്തിലൊക്കെ ആവും. അപ്പോൾ കറക്റ്റായിട്ട് അതിന് ചുറ്റും ആക്കി കൊടുക്കുക. ശ്രദ്ധയോടെ നല്ല ക്ഷമ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നല്ല രസമുള്ളതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഈ റമദാനിൽ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പെയിൻറ്റിൽ വെള്ളമൊന്നും ചേർക്കാതെ വേണം അടിക്കാൻ. വെള്ളം ചേർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ അടിച്ച ഭാഗത്തൊക്കെ ഈ ഗോൾഡിൻ്റെ കളർ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ തുടങ്ങും. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ നല്ല കട്ടിയിൽ നന്നായിട്ട് അടിക്കുക. നമ്മുടെ ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ചെറിയൊരു വർക്കും കൂടെ ഉണ്ട്. ഈ ലാമ്പുകളിലൊക്കെ ഒരു ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്ത് നമ്മൾ വരച്ച ഷേപ്പിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പെയിൻ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ അതും കൂടെ ആക്കി കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ലാമ്പിൻ്റെ ഫീല് വരുള്ളൂ. ഈ കാണുന്ന ഷേപ്പിലൊക്കെ കറക്റ്റായിട്ട് ആക്കി കൊടുക്കുക. ഒരുപാട് പെയിൻ്റൊന്നും എടുക്കാതെ ചെറിയ ലൈറ്റായിട്ട് പെയിൻ്റ് എടുത്തിട്ട് നമ്മൾ ചെറിയ ബ്രഷ് കൊണ്ട് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഒട്ടും ചിലവില്ലാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റമദാൻ DIY ബോർഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.
മാഷാഅല്ലാ എല്ലാം നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത DIY എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഒരു കാർഡ്ബോർഡ് എടുക്കുക. കാർഡ്ബോർഡിൻ്റെ നമുക്ക് 4 ഭാഗങ്ങളും എത്ര അളവുണ്ടെന്ന് അളന്നെടുക്കുക. ഇപ്പോൾ ഈ എൻ്റെ അടുത്തുള്ളത് 24ആണ്. അപ്പോൾ 24ന് നേർ പകുതി 12 ആക്കിയിട്ട് നടുവിൽ 4 സൈഡും ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇതുപോലെ വരച്ചു കൊടുത്ത് ഒരു കാർഡ്ബോർഡിനെ നമുക്ക് 4 പീസുകളാക്കി എടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചെടുക്കുക. ലൈറ്റിംഗ് ലാമ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാർഡ്ബോർഡും കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ലൈറ്റിംഗ് ലാമ്പ് ഉണ്ടാക്കാം. കുറച്ച് കട്ടിയായിട്ടുള്ള കാർഡ്ബോർഡ് തന്നെ എടുക്കാൻ നോക്കുക. 4 ഭാഗങ്ങളായി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്കും കൂടെ ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ വരച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിലും കൂടെ ഒരു ലൈൻസ് ഇട്ട് വരച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ വരച്ചതിൻ്റെ ഈ കറക്റ്റ് അളവിലായിട്ട് ഇങ്ങനെ നമുക്കിനി കത്രിക കൊണ്ട് വെട്ടി മാറ്റണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേറെ 2 കാർഡ്ബോർഡിൽ ഇഷ്ടമുള്ള ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചിത്രം നമുക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലത്തെ ചിത്രം വരച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ വെക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പുറത്തേക്ക് കാണും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരച്ചു കൊടുക്കാം. ബോക്സിൻ്റെ അകത്താണ് നമ്മളിത് വരയ്ക്കേണ്ടത്. നമ്മൾ ഒരു പെൻസിൽ കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുത്ത് ലൈനിൽ പുറത്തേക്ക് പോവാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നന്നായിട്ട് വരച്ചു കൊടുക്കുക. 2 ലൈൻസ് ഇട്ട് വരച്ചു കൊടുക്കുന്നത് ഈ ചിത്രത്തിൻ്റെ ഭാഗങ്ങളല്ലാത്ത ഏരിയയിലൊക്കെ നമുക്കിനി കത്രികയോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുക്കണം. 2 ലൈൻസ് ഇടുമ്പോൾ കുറച്ച് ഗ്യാപ്പോട് കൂടി തന്നെ ലൈൻസ് ഇട്ട് കൊടുക്കുക. ചെറുതാക്കി ഇട്ട് കൊടുത്താൽ നമുക്ക് ബ്ലേഡും കൊണ്ടൊക്കെ മുറിച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ ഇതേപോലെ വരച്ചു കൊടുക്കാം. 2 കാർഡ്ബോർഡിലാണ് നമ്മൾ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങൾക്കനുസരിച്ച് നമുക്ക് അതിൻ്റെ പോർഷനിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും കളറാക്കി കൊടുക്കുക. ഞാനിവിടെ ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാ സൈഡും നന്നായിട്ട് തേച്ച് കൊടുക്കുക. വെള്ളമാക്കി തേക്കരുത്. വെള്ളമാക്കി തേച്ചാൽ നമ്മുടെ കാർഡ്ബോർഡ് കട്ടിയില്ലാതെ കാർഡ്ബോർഡ് കുതിർന്ന് കിടക്കും. അതില്ലാതിരിക്കാനാണ് വെള്ളം യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റായിട്ടുള്ള നല്ല കട്ടിയായിട്ടുള്ള പെയിൻറ്റ് തന്നെ നമ്മൾ ഒരു സ്പോഞ്ച് ഇട്ടിട്ട് നന്നായിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുക. ബ്രഷ് ഇട്ട് ആക്കി കാണുന്നതിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മളൊരു സ്പോഞ്ചും കൊണ്ടാണ് നന്നായിട്ട് എല്ലായിടത്തും പെയിൻറ്റ് തേച്ച് കൊടുക്കുന്നത്. കട്ട് ചെയ്ത ചിത്രത്തിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് സ്പോഞ്ച് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. അതേപോലെ നമുക്കിനി അടുത്തതും കൂടെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് നേരം പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ നടു പോർഷനിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡും കൂടെ വേണം. ആ കാർഡ്ബോർഡിൽ നമുക്ക് ഇതേപോലെ ഒരു ബ്ലാക്ക് പെയിൻറ്റ് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഈ 3 നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഈ സൈഡ് ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതേപോലെ സൈഡ് ഭാഗങ്ങൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉറക്കണ വരെ നമുക്കൊരു സ്റ്റാൻഡ് ബാക്കിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇനി അടുത്തതും കൂടെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫാബ്രിക് ഗ്ലൂ കൊണ്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇതിനും ഓരോ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഒരു അറയാക്കി എടുക്കണം. കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് ഉറക്കണ വരെ ഇങ്ങനെ വെക്കാം. ഇനി അടുത്തത് ഇതേപോലെ കാർഡ്ബോർഡുകൾ നമ്മളിങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് സെലോ ടേപ്പും കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൽ ഉള്ളിലേക്കും നമുക്ക് ഇതുപോലെ ഒരു സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. നേരത്തെ ഉണ്ടാക്കി വെച്ചതിന് മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഇതിൻ്റെ അരികിലൊക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ഉറച്ചതിന് ശേഷം നമുക്ക് നല്ല ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് ഈ ഏരിയയിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കണം. എല്ലാ ഏരിയയിലും ഫാബ്രിക് ഗ്ലൂ ഇടുക. ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടുപോരും. ലൈറ്റിംഗ് ലാമ്പിൻ്റെ മുകളിലായിട്ട് പിടിക്കാനായിട്ട് നമുക്കിനി ഒരു റിങ്ങും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ന്യൂസ് പേപ്പർ എടുക്കാം. ചെറിയൊരു പോർഷൻ ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പേന വെച്ച് ഇതുപോലെ ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ റിങ്ങായിട്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് എല്ലാ സൈഡും നന്നായി അമർത്തി കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കാക്കി
രണ്ടറ്റത്തും ഗ്ലൂവും അതുപോലെ തന്നെ സെലോ ടേപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇട്ട് നമ്മൾ മടക്കി കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് ഒരു റിങ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് ഈ നമ്മൾ ഉണ്ടാക്കിയ ലൈറ്റിംഗ് ലാമ്പിൻ്റെ നടു പോർഷനിലേക്ക് വെച്ച് കൊടുക്കാം. ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. അത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ലൈറ്റിംഗ് ലാമ്പിന് ഞാൻ LED ബൾബ് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റെഡിൽ കാണുന്ന മൂണും സ്റ്റാറും ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയതാണ്. അതുപോലെ ബോട്ടിൽ ആർട്ടും ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഈ റമദാനിൽ ഈ DIY ഒക്കെ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ആക്കി വെക്കുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.